everyone, welcome to our channel. Anton Chekhov എഴുതിയിട്ടുള്ള വാങ്ക എന്ന ഷോർട്ട് സ്റ്റോറി നമുക്ക് പഠിക്കാം. Before that, let me introduce the author. Anton Chekhov, 1860 to 1904, a major Russian playwright, is one of the masters of modern short story. 1860 ജനിക്കുകയും 1904 മരണപ്പെടുകയും ചെയ്ത ആന്റോൺ ചെക്കോവ് ഒരു പ്രധാന റഷ്യൻ നാടകകൃത്തും ആധുനിക ചെറുകഥയുടെ ഗുരുക്കന്മാരിൽ ഒരാളുമാണ്. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ മനുഷ്യാത്മാവിൻ്റെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ സത്തയെയും വിശകലനം ചെയ്യുന്നതാണ്. They provoke the readers to ask questions. അവ വായനക്കാരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. Moreover, he is an outstanding representative of the late 19th century Russian realist school. കൂടാതെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ റഷ്യൻ റിയാലിസ്റ്റ് സ്കൂളിൻ്റെ മികച്ച പ്രതിനിധിയാണ് അദ്ദേഹം. His famous works include Three Sisters, The Cherry Orchard and The Lady with the Dog. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതികളാണ് ത്രീ സിസ്റ്റേഴ്സ്, ദ ചെറി ഓർക്കാർഡ് ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. സോ മോസ്കോയിലുള്ള ഒരു ചെരുപ്പ് നിർമ്മാതാവിൻ്റെ അടുത്ത് അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യാൻ തൻ്റെ മുത്തശ്ശനെ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്ത ഒരു കുട്ടിയാണ് വാങ്ക. സോ വാങ്കയുടെ സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. Now let's move on to Vanka's whole story. 9-year-old Vanka Sukhov, who had been apprenticed 3 months ago to Elyakhin, the shoemaker, did not go to bed on Christmas Eve. Elyakhin എന്ന ഷൂമേക്കർ ഡേ അല്ലെങ്കിൽ ചെരുപ്പ് നിർമ്മാതാവിന് കീഴിൽ 3 മാസം മുൻപ് തൊഴിൽ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള 9 വയസ്സുകാരനായ വാങ്ക സുക്കോവ്, നമ്മുടെ കഥാനായകൻ, ആ കുട്ടിക്ക് ആ ഒരു ക്രിസ്മസ് വൈകുന്നേരം ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹി വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രൻറ്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. അവൻ തൻ്റെ യജമാനനും യജമാനത്തിയും പിന്നെ അവൻ്റെ സീനിയേഴ്സായിട്ടുള്ള തൊഴിലാളികളൊക്കെ ചർച്ചിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നത് വരെയും ഉറങ്ങാതെ കാത്തിരുന്നു. And then took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper and was all ready to write. പിന്നീട് അലമാര തുറന്നിട്ട് അതിൽ നിന്ന് ഒരു കുപ്പി മഷിയും തുരുമ്പ് പിടിച്ച മൊനയുള്ള ഒരു പെന്നും പിന്നെ ചുരുട്ടിക്കൂട്ടിയ ഒരു ഷീറ്റ് കടലാസും ഇങ്ങനെ എടുത്തിട്ട് എഴുതാനായിട്ട് തയ്യാറായിട്ടിരുന്നു. Before tracing the first letter, he glanced several times anxiously at the door and window. ആദ്യാക്ഷരം കുറിക്കുന്നതിന് മുൻപായിട്ട് അവൻ പലവട്ടം ആകാംക്ഷയോടെ വാതിലിലേക്കും ജനലിലേക്കും ഒക്കെ നോക്കി. Peered at the dark icon with shelves holding cobbler's laths stretching on either side of it and gave a quivering sigh. Do you know what is last? So here is the picture of last. ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സോ ലാസ്റ്റ് അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫുകളുടെ 2 സൈഡിലും നിരന്ന് നിൽക്കുന്ന ഒരു ഐക്കൺ, അതായത് കൊത്തുപണി ചെയ്തിട്ടുള്ള ചിത്രം അവിടെ ഉണ്ടായിരുന്നു. അതിലേക്കും അവൻ പേടിയോടെ നോക്കിക്കൊണ്ട് വിറയലോട് കൂടിയ ശബ്ദത്തിൽ ഒരു നെടുവീർപ്പിട്ടു. The paper lay on the bench and Vanka knelt on the floor at the bench. ബെഞ്ചിൽ പേപ്പർ നിവർത്തി വെച്ചിട്ട് വാങ്ക ബെഞ്ചിനടുത്ത് തറയിൽ മുട്ടുകുത്തി നിന്നു. നീൽ, കുനിയുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, നെൽറ്റ്. ആൻഡ് ക്യൂറിങ് മീൻസ് വിറയ്ക്കുക. Dear Granddad Konstantin Makarish, he wrote, I'm writing a letter to you. പ്രിയപ്പെട്ട മുത്തച്ഛൻ കോൺസ്റ്റന്റിൻ മക്കാരിഷിന് ഞാൻ നിങ്ങൾക്കൊരു കത്തെഴുതുകയാണ് എന്നിങ്ങനെ അവൻ എഴുതി തുടങ്ങി കേട്ടോ. I send you Christmas greetings. ഞാൻ നിങ്ങൾക്ക്
ക്രിസ്മസ് ആശംസകൾ അയക്കുന്നു. And hope God will send you his blessings. കൂടാതെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. I have no father and no mummy and you are all I have left. എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഈ ലോകത്ത് ഇനി എനിക്ക് അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. Vanka raised his eyes to the dark window pane. ഇരുണ്ട ജനൽപ്പാളിയിലേക്ക് വാങ്ക തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നോക്കി. And which the reflection of the candle flickered. അതിൽ ആ വിൻഡോ പെയിനിൽ മെഴുകുതിരി വെളിച്ചം മിന്നി മറയുന്നുണ്ടായിരുന്നു. ഫ്ലിക്കർ മീൻസ് മിന്നുക. In his imagination, he distinctly saw his granddad. അവൻ തൻ്റെ ഭാവനയിൽ മുത്തച്ഛൻ കോൺസ്റ്റന്റിൻ മക്കാരിഷിൻ്റെ രൂപം വ്യക്തമായിട്ട് കണ്ടു. ഡിസ്റ്റിങ്ക്ട്ലി മീൻസ് വ്യക്തമായി. He was a night watchman on the estate of some gentlefolk called Zivarev. Zivarev എന്ന ഒരു മാന്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ രാത്രിയിലെ കാവൽക്കാരനായിരുന്നു അദ്ദേഹം. He was small, lean old man about 65. അയാൾ ചെറുതും മെലിഞ്ഞതുമായ 65 വയസ്സുള്ള ഒരു വയസ്സനായിരുന്നു. But remarkably lively and agile with a smiling face and eyes bleary with drink. എന്നാൽ ചിരിക്കുന്ന മുഖവും മദ്യപിച്ചതായിട്ട് തോന്നിപ്പിക്കുന്ന ബ്ലിയറി ഐസ്, തളർന്ന കണ്ണുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ലൈവ്ലി, ഊർജ്ജസ്വലനും ആൻഡ് അജൈൽ, ചടുലപ്രകൃതമുള്ള ഒരാളുമായിരുന്നു. In the daytime, he either slept at the kitchen or sat joking with the cook and kitchen mates. പകൽ സമയങ്ങളിൽ ഒന്നുകിൽ അദ്ദേഹം അടുക്കള ഭാഗത്ത് കിടന്നുറങ്ങും, അല്ലെങ്കിൽ പാചകക്കാരോടോ അല്ലെങ്കിൽ അടുക്കള വേലക്കാരായിട്ടുള്ള സ്ത്രീകളോടൊക്കെ തമാശകൾ പറഞ്ഞിരിക്കും. In the night, he wrapped himself in a great sheepskin coat. രാത്രി സമയത്ത് അയാൾ വലിയൊരു ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോട്ട് ധരിക്കും. Walked round and round the estate sounding his rattle. എന്നിട്ട് എസ്റ്റേറ്റ് മുഴുവൻ തൻ്റെ ചിലമ്പ് എന്നുള്ള ഉപകരണം കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ചുറ്റി നടക്കും. ഇതാണ് പണി. 2 dogs, Eel and Kashtanga, would follow him with drooping heads. ഈൽ അതുപോലെ തന്നെ കഷ്ടാങ്ക എന്നീ പേരുകളിലുള്ള തൻ്റെ 2 നായ്ക്കളും വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്, നമ്രശിരസ്കരായിട്ട് തല താഴ്ത്തിക്കൊണ്ട് അവനെ പിന്തുടർന്ന് നടക്കും. Eel was named on account of his black coat and long weasel-like body. കറുത്ത രോമത്തോടു കൂടിയതും കീരിയെ പോലെയുള്ള ശരീരം ഉള്ളതുകൊണ്ടുമാണ് ഈലിന് ആ പേര് ലഭിച്ചത്. മൃഗങ്ങളുടെയൊക്കെ രോമാവരണം എന്നും കോട്ട് എന്ന വേർഡിന് അർത്ഥമുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ധരിക്കണ കോട്ടല്ല ഇവിടുത്തെ ബ്ലാക്ക് കോട്ട്. ആൻഡ് വീസൽ എന്ന് പറഞ്ഞാൽ യു ഓൾ മേ നോ, കീരി. He was wonderfully respectful and insinuating. അവൻ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആദരവുള്ളവനും ഇൻസിനുവേറ്റിംഗ്, അതായത് ആരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്നവനുമായിരുന്നു. He had the same appealing glance on friends and strangers alike. കൂട്ടുകാരെയും പരിചയമില്ലാത്തവരെയൊക്കെ ഒരേ രീതിയിൽ ആകർഷകമായിട്ടാണ് അവൻ നോക്കിക്കണ്ടിരുന്നത്. Here appealing glance means ആകർഷകമായി നോക്കുക എന്നുള്ള മീനിങ്. But he inspired confidence in no one. എന്നാൽ അവൻ ആരിലും ആത്മവിശ്വാസം ജനിപ്പിച്ചില്ല. His differential manner and docility were pretexts for his cunningness and hostility. സോ അവൻ്റെ ആദരവോടെയുള്ള പെരുമാറ്റം അനുസരണയൊക്കെ അവൻ്റെ കൗശലങ്ങളും അതുപോലെ തന്നെ ശത്രുതയെല്ലാം മറച്ചു വയ്ക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു. പ്രിടെക്സ്റ്റ് മീൻസ് കപടനാട്യം അല്ലെങ്കിൽ വ്യാജമായിട്ട് അഭിനയിക്കാം. He was adept at stealing up to snap at a food, creeping into the ice house or snatching a peasant's chicken.
അവനെ പോലെയുള്ള നായ്ക്കളെ കൊടുക്കാനുള്ള സ്നാപ്പ് വരെ, അതായത് കെണി വരെ ഒറ്റക്കാലുകൊണ്ട് പമ്മി നടക്കാനും, ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, ഐസ് ഹൗസിലേക്ക് നുഴഞ്ഞു കയറാനും. ഐസ് ഹൗസ് എന്താണ്? ഈ മത്സ്യമാംസാദികളൊക്കെ ഐസ് ഇട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ, പെസൻറ്റിൻ്റെ കർഷകൻ്റെ കോഴിയെ സ്നാച്ച് ചെയ്യുക, പിടിക്കാനൊക്കെ ഈൽ വളരെ അഡപ്റ്റായിരുന്നു, സമർത്ഥനായിരുന്നു. ഹിസ് ഹൈൻഡ് ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അവൻ്റെ ഹൈൻഡ് ലെഗ്സ്, പിൻകാലുകൾ മുറിഞ്ഞുകൊണ്ടേയിരുന്നു. സ്ലാഷ് മീൻസ് മുറിയുക. ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രങ് അപ്പ്. 2 വട്ടം അവൻ കെട്ടിത്തൂക്കപ്പെട്ടിട്ടുണ്ട്. ഹി വാസ് ബീറ്റൻ വിത്തിൻ an inch of his life every week. ഓരോ ആഴ്ചയും വിത്തിൻ an inch of life, മരണത്തിൻ്റെ വക്കിലെത്തുവോളം അവൻ അടി കിട്ടുമായിരുന്നു. ബട്ട് ഹി സർവൈവ്ഡ് ഇറ്റ് ഓൾ. എന്നാൽ അവൻ അതെല്ലാം സർവൈവ് ചെയ്തു, അതിജീവിച്ചു. Granddad was probably standing at the gate at this moment, screwing up his eyes to look at the bright red light coming from the church windows, or stumping about in his felt boots, fooling with the servants. മുത്തച്ഛൻ ഒരു പക്ഷേ ഇപ്പോൾ എസ്റ്റേറ്റ് ഗേറ്റിൽ നിന്നുകൊണ്ട് ചേർച്ചിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് വരുന്ന ചുവന്ന വെളിച്ചത്തിലേക്ക് സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ്, കണ്ണുരുട്ടി നോക്കി നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ തറപ്പിച്ച് നോക്കി നിൽക്കുകയായിരിക്കും. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻ ടു ഹിസ് ബെൽറ്റ്. അവൻ്റെ ചിലമ്പ് ബെൽറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കും. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗിങ് ഹിംസെൽഫ് അഗൈൻസ്റ്റ് ദ കോൾഡ്. മുത്തച്ഛൻ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് തൻ്റെ കൈകളെടുത്ത് മടക്കി സ്വയം ആലിംഗനം ചെയ്ത് നിൽക്കുകയായിരിക്കും. അതായത് തണുപ്പത്ത് ഇത്തിരി ചൂട് കിട്ടാൻ മുത്തച്ഛൻ സ്വയം കെട്ടിപ്പിടിച്ച് നിന്നൂന്ന്. ഓർ വിത്ത് ഹിസ് ഓൾഡ് മാൻ സ്റ്റിറ്റർ പിഞ്ചിങ് എ മെയ്ഡ് ഓർ വൺ ഓഫ് ദ കുക്സ്. അല്ലെങ്കിൽ വയസ്സനായ അദ്ദേഹം ഒരു ഉൾച്ചിരിയോടെ ഏതെങ്കിലും വേലക്കാരിയെയോ അല്ലെങ്കിൽ പാചകക്കാരെയോ ഒക്കെ നുള്ളിയും പിച്ചിയൊക്കെ നിൽക്കുകയായിരിക്കും. Have a nip, he would say, holding out his snuff box to the women. അവിടുത്തെ വേലക്കാരികളുടെ നേരെ സ്നഫ് ബോക്സ്, അതായത് മൂക്കുപൊടിപ്പാത്രം നീട്ടിക്കൊണ്ട് ഹാവ് എ നിപ്പ് എന്ന്, അല്പം നുള്ളി എടുത്തോളൂ എന്ന് മുത്തച്ഛൻ പറയും. The women would take a pinch and sneeze. അപ്പോൾ ആ സ്ത്രീകളെല്ലാവരും ഒരു നുള്ളെടുത്ത് വലിച്ചുകൊണ്ട് തുമ്മാൻ തുടങ്ങും. Grandfather would be overcome with delight, breaking out into jolly laughter. ഇതൊക്കെ കണ്ടിട്ട് മുത്തച്ഛൻ സന്തോഷം കൊണ്ട് മതിമറന്ന് പൊട്ടിച്ചിരിക്കും. And shouting, good for frozen noses. എന്നിട്ട് തണുത്തു മരവിച്ച മൂക്കുകൾക്ക് നല്ലതാണ് എന്നിങ്ങനെ വിളിച്ചു പറയും. Even the dogs would be given snuff. നായ്ക്കൾക്ക് പോലും മുത്തച്ഛൻ മൂക്കുപൊടി നൽകാറുണ്ട്. Kastanga would sneeze, shake her head and walk away offended. കഷ്ടാങ്ക തുമ്മിക്കൊണ്ട് അവളുടെ തലയൊക്കെ ഇളക്കിക്കൊണ്ട് ഒഫൻഡഡ് ആയ പോലെ, അപമാനിക്കപ്പെട്ട പോലെ നടന്നു പോകും. ബട്ട് ഈൽ, ടു പൊളൈറ്റ് ടു സ്നീസ്, വുഡ് വാഗ് ഹിസ് ടെയിൽ. നേരെ മറിച്ച് ഈലാകട്ടെ തുമ്മ ഒന്നും ചെയ്യാതെ മര്യാദ കാണിച്ച് അവൻ്റെ വാലാട്ടിക്കൊണ്ട് നിൽക്കും. നായ വാലാട്ടുന്നതിനാണ് വാഗ് എന്ന് പറയാട്ടോ. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്. കാലാവസ്ഥ വളരെ ശ്രേഷ്ഠമായിരുന്നു, സുന്ദരമായിരുന്നു. ദ എയർ സ്റ്റിൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫ്രഷ്. അന്തരീക്ഷം സ്റ്റില്ലും ശാന്തവും ട്രാൻസ്പെറൻറ്റും തെളിഞ്ഞതും അതുപോലെ തന്നെ ഫ്രഷുമായിരുന്നു, ശുദ്ധവുമായിരുന്നു. ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ്. അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. ബട്ട് ദ whole village with its white roofs, the smoke rising from the chimneys, the trees silver with rime, the snowdrift could be seen distinctly. എന്നാൽ മഞ്ഞ് വീണ് വെളുത്ത മേൽക്കൂരകളുള്ള ഗ്രാമം മുഴുവൻ, ചിമ്നി
പുകക്കുഴലിൽ നിന്ന് ഉയരുന്ന പുകയും മഞ്ഞുകൊണ്ട് മൂടി വെള്ളി പുതച്ച് നിൽക്കുന്ന മരങ്ങളും സ്നോ ഡ്രിഫ്റ്റ് അതായത് ഒലിച്ചു വന്ന മഞ്ഞുകൂമ്പാരം ഇതെല്ലാം നിറഞ്ഞ ആ ഗ്രാമം ആ ഇരുട്ടിലും വ്യക്തമായിട്ട് കാണായിരുന്നു. റൈൻ മീൻസ് മഞ്ഞുകൊണ്ട് മൂടിയ. The sky was sprinkled with gaily twinkling stars. ആകാശം സന്തോഷത്തോടെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ സ്പ്രിങ്കിൾ ചെയ്ത പോലെ അതായത് വാരി വിതറിയ പോലെ കാണപ്പെട്ടു. ഗെയിലി മീൻസ് സന്തോഷത്തോടെ. And the Milky Way stood out as clearly as if newly scrubbed for the holiday and polished with snow. അവധിക്കാലത്തിനായി മിൽക്കി വേ അതായത് ക്ഷീരപഥം പുതുതായി ഉരച്ചു കഴുകി വ്യക്തത വരുത്തിയതായും മഞ്ഞുകൊണ്ട് പോളിഷ് ചെയ്ത പോലെ മിനുങ്ങിയും നിന്നു. ഹിയർ സ്ക്രാബ് മീൻസ് ഉരച്ചു കഴുകുക ഓർ സിംപ്ലി വൃത്തിയാക്കുക. വാങ്ക സൈഡ് വാങ്ക ഒന്ന് നെടുവീർപ്പിട്ടു. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക് എന്നിട്ട് മഷിയിൽ പേന മുക്കി ശേഷം എഴുത്തു തുടർന്നു. And yesterday I had such a hiding. ഇന്നലെ എനിക്ക് വല്ലാത്തൊരു ഹൈഡിങ് പ്രഹരമേൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ അടി കൊള്ളേണ്ടി വന്നു. The master took me by the hair and dragged me out into the yard. യജമാനൻ എൻ്റെ മുടി പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയി. And beat me with the stirrup strap. എന്നിട്ട് സ്റ്റിറപ്പ് സ്ട്രാപ്പ് കൊണ്ട് എന്നെ കുറേ തല്ലി. സ്റ്റിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ കുതിരപ്പുറത്ത് പോകുന്ന ഒരു കാല് വെക്കുന്ന ഒരു ഭാഗം, സ്റ്റെപ്പ് പോലെയുള്ളൊരു ഭാഗമല്ലേ, അതാണ് സ്റ്റിറപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രാപ്പ് പട്ട പോലെയുള്ള ഭാഗം കൊണ്ട് അടിച്ചു എന്നാണ് ഇവിടെ പറയണത്. ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വാണ്ട് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദ ബേബി. സോ ഇങ്ങനെ അടിക്കണേനുള്ള കാരണം എന്താ വെച്ചാൽ അവരുടെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ ഞാൻ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയിരുന്നു. And one day last week the mistress told me to get a herring. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം യജമാനത്തി എന്നോട് ഹെറിങ്, അതൊരു മത്സ്യമാണ്, ഹെറിങ് എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യം വൃത്തിയാക്കാൻ പറഞ്ഞിരുന്നു. ഗട്ട് മീൻസ് വൃത്തിയാക്കുക. And I began from the tail and she picked up the herring and rubbed my face with the head. ഞാൻ അതിൻ്റെ വാൽഭാഗത്ത് നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആ ഹെറിങ് മത്സ്യം പിടിച്ചെടുത്തിട്ട് അതിൻ്റെ തല എൻ്റെ മുഖത്ത് ശക്തിയായിട്ട് റബ്ബ് ചെയ്തു, ഉരസിക്കൊണ്ടിരുന്നു. The other apprentices make fun of me. മറ്റു തൊഴിൽ പരിശീലകർ എന്നെ പരിഹസിച്ചു. They sent me to the tavern for vodka. അവരെന്നെ വോഡ്ക വാങ്ങാൻ വേണ്ടിയിട്ട്, മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് ടാവേൺ അതായത് മദ്യശാലയിലേക്ക് അയക്കും. ആൻഡ് മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് ക്യൂക്കംബേഴ്സ്. മാത്രമല്ല യജമാനൻ്റെ ക്യൂക്കംബേഴ്സ് വെള്ളരികൾ മോഷ്ടിക്കാനും പറയും. ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ്. അങ്ങനെ എന്താണോ ആദ്യം കൈ കിട്ടുന്നത് അതുകൊണ്ട് യജമാനൻ എന്നെ അടിക്കും. ആൻഡ് ദർസ് നത്തിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാനൊന്നുമില്ല. ദേ ഗിവ് മീ ബ്രെഡ് ഇൻ ദ മോർണിംഗ്. ബ്രെഡാണ് രാവിലെ അവരെനിക്ക് കഴിക്കാൻ തരുന്നത്. ആൻഡ് ഗ്രൂൾ ഫോർ ഡിന്നർ. ഉച്ചഭക്ഷണത്തിനായിട്ട് ഗ്രൂളാണ്, കഞ്ഞി മാത്രമാണ് എനിക്ക് തരുന്നത്. And in the evening, bread again. വൈകിട്ട് വീണ്ടും ബ്രെഡ് തന്നെ തരും. But I never get tea or cabbage soup. ചായയോ അല്ലെങ്കിൽ ക്യാബേജ് ജ്യൂസോ ഒന്നും എനിക്ക് കിട്ടാറില്ല. They gobble it all up themselves. അതൊക്കെ അവർ തന്നെ വിഴുങ്ങാറാണ് പതിവ്. Gobble means വിഴുങ്ങുക. And they make me sleep in the passage. അവരെന്നെ പാസേജിലാണ്, ഇടനാഴിയിലാണ് കിടത്താറ്.
And when their baby cries, I don't get any sleep at all. അവരുടെ കുട്ടി ഉറക്കമുണർന്ന് കരഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റാറില്ല. I have to rock it. പിന്നെ ആ കുഞ്ഞിനെ ഞാൻ വേണം തൊട്ടിലാട്ടി ഉറക്കാൻ വേണ്ടിയിട്ട്. Here rock means തൊട്ടിലാട്ട. Dear Granddad, for the dear Lord's sake, take me away from here. പ്രിയപ്പെട്ട മുത്തച്ഛ, ദൈവത്തെ ഓർത്ത് ഇവിടെ തന്നെ കൊണ്ടുപോകൂ. I can't bear it any longer. എനിക്കിതിലും കൂടുതൽ സഹിക്കാൻ പറ്റില്ല. Oh Granddad. മുത്തച്ഛ, I beg. ഞാൻ യാചിക്കുകയാണ്. And implore you. കേണപേക്ഷിക്കുകയാണ്. And I will always pray for you. ഞാൻ നിങ്ങൾക്കായി എന്നും പ്രാർത്ഥിക്കാം. Do take me away from here or I'll die. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. Vanka'is lips twitched. വാങ്കയുടെ ചുണ്ടുകൾ twitched, വിറച്ചു. He rubbed his eyes with a black fist and gave a sob. കറുത്ത് കരുവാളിച്ച തൻ്റെ ഫിസ്റ്റ് കൈമുട്ടുകൊണ്ട് അവൻ തൻ്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞു. സോബ് മീൻസ് വിതുമ്പുക അല്ലെ തേങ്ങിക്കരയുക. ആൻഡ് ഹിയർ റബ് മീൻസ് തിരുമ്മുക. I'll grind your snuff for you. ഞാൻ നിങ്ങളുടെ മൂക്കുപൊടി ഗ്രൈൻഡ് ചെയ്ത് തരാം, പൊടിച്ചു തരാം. He went on. വാങ്ക എഴുത്തു തുടർന്നു. I'll pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. And you can flog me as hard as you like if I am naughty. ഞാൻ എങ്ങാനും വികൃതി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ ശക്തിയായിട്ട് അടിക്കാം. Flog means അടിക്കുക. And if you think there's nothing for me to do, I'll ask the steward to pity on me and let me clean the boats. ഇനി എനിക്ക് പറ്റിയ ജോലിയൊന്നും അവിടെ ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ എന്നോട് ഇത്തിരി ദയ കാണിക്കാനായി ഞാൻ അവിടുത്തെ സ്റ്റീവാർഡിനോട്, അതായത് കാര്യസ്ഥനോട് പറഞ്ഞോളാം. ബൂട്ട്സ് വൃത്തിയാക്കാനുള്ള ജോലി എനിക്ക് തരാൻ ഞാൻ പറഞ്ഞോളാം. ഓർ I'll go as a shepherd boy instead of Faithia. അല്ലെങ്കിൽ ഫേദിയയ്ക്ക് പകരം ഷെഫേർഡ് ബോയ്, ആട്ടിടയനായിട്ട് ഞാൻ പോയിക്കോളാം. ഡിയർ ഗ്രാൻഡ്ഡാഡ്, പ്രിയപ്പെട്ട മുത്തച്ഛ, I can't stand it. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. It's killing me. ഇതെല്ലാം എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നങ്ങളെല്ലാം. I thought I would run away on foot to the village. ഗ്രാമത്തിലേക്ക് ഓടിപ്പോന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു. But I have no boots and I'm afraid of the frost. പക്ഷേ എനിക്ക് ബൂട്ട്സ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിനെ, മഞ്ഞു വീഴ്ചയെ ഞാൻ ഭയപ്പെടുന്നു. മഞ്ഞിൽ കൂടെ ബൂട്ട്സ് ഇല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. And when I grow up to be a man, I'll look after you. ഞാൻ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളെ ഞാൻ നോക്കിക്കോളാം, സംരക്ഷിച്ചോളാം. And I will not let anyone hurt you. മാത്രമല്ല നിങ്ങളെ വേദനിപ്പിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. And when you die, I'll pray for your soul like I do for my mummy. എൻ്റെ മരിച്ചുപോയ മമ്മിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കും. മോസ്കോ ഈസ് സച്ച് എ ബിഗ് ടൗൺ. വളരെ വലിയൊരു പട്ടണമാണ് മോസ്കോ. There are so many gentlemen's houses. ഇവിടെ കുറേ മാന്യന്മാരുടെ വീടുകളുണ്ട്. And such a lot of horses. ധാരാളം കുതിരകളും ഉണ്ട്. And no sheep. ആട്ടിൻപറ്റങ്ങൾ ഒട്ടും തന്നെ ഇല്ല. And the dogs are not a bit fierce. നായകൾക്കൊന്നും അല്പം പോലും ക്രൂര സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഫിയേഴ്സ് മീൻസ് ക്രൂരമായ അല്ലെങ്കിൽ ഉഗ്രമായ. The boys in the town don't roam the streets with stars and they don't allow one to sing in church at Christmas.
ആൺകുട്ടികളാരും ക്രിസ്മസിന് സ്റ്റാറും എടുത്തുകൊണ്ട് പട്ടണത്തിൽ റോം ചെയ്ത് നടക്കുന്നില്ല, കറങ്ങി നടക്കുന്നില്ല. മാത്രമല്ല പള്ളിയിൽ ക്രിസ്മസ് ഗാനങ്ങൾ പാടാനായി ഇവിടെ ആരെയും അനുവദിക്കുന്നുമില്ല. They were also seen selling fishing hooks that could even hold a sheat fish weighing 30 pounds. 30 പൗണ്ടോളം ഭാരം വരുന്ന ഷീറ്റ് ഫിഷിനെ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹൂക്ക്, ചൂണ്ട വിൽക്കുന്ന കുട്ടികളെയും ഇവിടെ കാണാം. There are shops that have all sorts of guns just like the ones the master has at home. യജമാനൻ്റെ കയ്യിലുള്ള പോലുള്ള എല്ലാ ടൈപ്പ് തോക്കുകളും വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. They must cost 100 rubles each. അതിന് ഓരോന്നിനും 100 രൂപയെങ്കിലും വില വരും. In the butcher's shops, they sell grouse, woodcock and hares about which they don't say where they were shot. ബച്ചേഴ്സ് ഷോപ്പിൽ, അതായത് മാംസക്കടയിൽ, അവർ ഗ്രൗസ്, കുളക്കോഴി, വുഡ് കോക്ക്, കാട്ടുകോഴി ആൻഡ് ഹെയർസ്, മുയൽ എന്നിവയുടെയൊക്കെ മാംസം വിൽക്കാറുണ്ട്. അവയൊക്കെ എവിടെയെന്ന് വെടിവെച്ച് പിടിച്ചതാണെന്ന് അവർ പറഞ്ഞു തരാറില്ല. Dear Granddad, when they have a Christmas tree at the big house, take a gilded nut for me and put it away in the green chest. പ്രിയപ്പെട്ട മുത്തച്ഛ, നമ്മുടെ നാട്ടിലുള്ള വലിയ വീട്ടിൽ അവർ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ ഗിൽഡഡ്, സ്വർണം പൂശിയ ഒരു നട്ട്, ഫലം എൻ്റെ പച്ച നിറത്തിലുള്ള ചെസ്റ്റിൽ, പെട്ടിയിൽ എനിക്ക് വേണ്ടി എടുത്തു വയ്ക്കുക. ആസ്ക് മിസ് ഓൾഗ ഇഗ്നറ്റീവ്ന, ടെൽ ഹർ ഇറ്റ്സ് ഫോർ വാങ്ക. മിസ് ഓൾഗ ഇഗ്നറ്റീവ്നയോട് അത് വാങ്കയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുക. ഹിയർ ഗിൽഡഡ് മീൻസ് സ്വർണം പൂശിയ. സോ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ കൊമ്പുകളിൽ ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവെച്ച് അലങ്കരിക്കുന്ന ഗിൽഡഡ് വാൾനട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗിൽഡഡ് വാൾനട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇത്. ക്രിസ്മസിന് തൂക്കിയിട്ട് ന്യൂ ഇയർ വരെയും ക്രിസ്മസ് ട്രീയിൽ ഇത് തൂക്കണമെന്ന് പണ്ടൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ചെസ്റ്റ് ഹിയർ മീൻസ് പെട്ടി. വാങ്ക ഗേവ് എ ഷാർപ്പ് സൈ. വാങ്ക ഒന്നുകൂടി നെടുവേർപ്പിടുന്നു. വാങ്ക ഇതൊരു ശീലാക്കി തോന്നുന്നുണ്ടേ. ആൻഡ് വൺസ് മോർ ഗേസ്ഡ് അറ്റ് ദ വിൻഡോ പെയിൻ. എന്നിട്ട് ഒന്നുകൂടി ആ ജനൽപ്പാളിയിലേക്ക് നോക്കി. He remembered his grandfather going to get a Christmas tree for the gentry and taking his grandson with him. മുത്തച്ഛൻ തൻ്റെ പേരക്കുട്ടിയെയും കൂട്ടി അവിടുത്തെ ജെൻട്രി, പ്രഭുക്കന്മാർക്ക് വേണ്ടി ക്രിസ്മസ് ട്രീ സംഘടിപ്പിക്കാൻ പോകുന്ന കാര്യം വാങ്ക ഓർത്തു. ഓ, വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഹോ, എന്തൊരു സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു അത്. ഗ്രാൻഡ്ഫാദർ വുഡ് ഗീവ് എ ചക്കിൾ. അച്ചച്ചൻ അടക്കി പിടിച്ച് ചിരിക്കും. ആൻഡ് ദ ഫ്രോസ്റ്റ് ബൗണ്ട് വുഡ് ചക്കിൾഡ്. ഇത് കേട്ട് മഞ്ഞിൽ ഉറച്ചു പോയ മരങ്ങളും ചിരിക്കും. ആൻഡ് വാങ്ക, ഫോളോയിങ് ദെയർസ് എക്സാമ്പിൾ, ചക്കിൾഡ് ടു. അവരുടെ മാതൃക പിന്തുടർന്ന് അതേപോലെ തന്നെ വാങ്കയും ചിരിക്കും. ഹിയർ ചക്കിൾ മീൻസ് അടക്കി പിടിച്ച് ചിരിക്കുക. ആൻഡ് ഫ്രോസ്റ്റ് ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മഞ്ഞിൽ ഉറച്ചു പോയ. ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബന്ധനം അല്ലേ. അപ്പോൾ ഫ്രോസ്റ്റ് ബൗണ്ട് വുഡ് പറഞ്ഞാൽ മഞ്ഞിൽ ഉറച്ചു പോയ മരം. ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദ ഫിർ ട്രീ, ഗ്രാൻഡ്ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ്. ഫിർ ട്രീ അതായത് ദേവദാരു മരം. കേട്ടിട്ടില്ലേ പാട്ട്, ദേവദാരു പൂത്തക്കാലം നീ മറന്നുവോ? അപ്പോൾ ആ മരം. സോ ദേവദാരു വെട്ടി താഴെ ഇടുന്നതിന് മുൻപ് മുത്തച്ഛൻ തൻ്റെ പുകയിലെ പൈപ്പ് കത്തിച്ച് വലിക്കും. ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നഫ്. എന്നിട്ട് വലിയൊരു നുള്ളു മൂക്കുപൊടി വലിക്കും. ആൻഡ് laugh at the shivering വാങ്ക. എന്നിട്ടോ തണുത്ത് വിറയ്ക്കുന്ന വാങ്കയെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കും. The young fir trees, coated with frost, stood motionless, waiting to see which one of them was to die. മഞ്ഞുകൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ചെറിയ ദേവദാരു മരങ്ങൾ തങ്ങളിൽ ആരായിരിക്കും മരിച്ചു വീഴാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുന്ന പോലെ
മോഷൻലെസ് ആയിട്ട്, അതായത് നിശ്ചലമായിട്ട് നിന്നു. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ എ സ്നോഡ്രിഫ്റ്റ് സ്വിഫ്റ്റ് ആസ് ആൻ ആരോ. അപ്പോഴായിരിക്കും പെട്ടെന്ന് സ്നോഡ്രിഫ്റ്റ്, മഞ്ഞുകൂനകൾക്ക് മുകളിൽ കൂടെ ഒരു ഹെയർ ശരവേഗത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് വരുന്നത്. ലീപ്പ് മീൻസ് കുതിച്ചു ചാട്ടം. സ്വിഫ്റ്റ് ആസ് ആൻ ആരോ മീൻസ് ശരവേഗത്തിൽ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗതയുള്ള. ആൻ ആരോ മീൻസ് അമ്പ് അല്ലെങ്കിൽ ശരം. സോ അമ്പ് വിടുന്ന അത്ര വേഗത്തിലാണ് മുയൽ വരുന്നത്, ശരവേഗത്തിൽ. Grandfather could never help shouting, "Stop it! Stop it! Stop it! Oh, you stub-tailed devil!" ഇത് കണ്ട് നീ നിൽക്ക്, കുറ്റിവാലുള്ള ചെകുത്താനെ നീ നിൽക്ക് എന്നിങ്ങനെ വിളിച്ചു പറയാണ്ടിരിക്കാൻ നമ്മുടെ മുത്തച്ഛന് പറ്റില്ലായിരുന്നു. സ്റ്റബ്-ടെയിൽ മീൻസ് കുറ്റിവാലുള്ള, ചെറിയൊരു തുണ്ടുവാലുള്ള. Grandfather would drag the tree to the big house. മുത്തച്ഛൻ ആ മരം ആ വലിയ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വരും. ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ്. എന്നിട്ട് അവരെല്ലാവരും കൂടെ മരം അലങ്കരിക്കാൻ തുടങ്ങും. മിസ് ഓൾഗ ഇഗ്നറ്റീവ്ന, വാങ്കാസ് ഫേവറിറ്റ്, വാസ് ദ ബിസിസ്റ്റ് ഓഫ് ഓൾ. വാങ്കയുടെ പ്രിയപ്പെട്ടവളായിരുന്ന ഓൾഗ ഇഗ്നറ്റീവ്ന ആയിരിക്കും ഈ ഡെക്കറേഷൻ പണിയെല്ലാം തിരക്കിട്ട് ചെയ്യുന്നവൾ. വൈൽ പെലഗേയ, Vanka'is mother, was alive and in service at the big house, Olga Ignatievna used to give Vanka sweets. വാങ്കയുടെ അമ്മ പെലഗേയ ജീവിച്ചിരുന്ന കാലത്ത്, ആ വലിയ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓൾഗ ഇഗ്നറ്റീവ്ന വാങ്കയ്ക്ക് മധുരപലഹാരങ്ങളൊക്കെ നൽകിയിരുന്നു. And amused herself by teaching him to read, write and count to 100 and even to dance the quadrille. മാത്രമല്ല അവനെ വായിക്കാനും 100 വരെ എഴുതാനും എണ്ണാനൊക്കെ പഠിപ്പിക്കാനും ക്വാഡ്രിൽ, സംഘനൃത്തം കളിപ്പിക്കുന്നതിലൊക്കെ അവൾ വിനോദം കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. ക്വാഡ്രിൽ ഒരു തരം സംഘനൃത്തമാണ് കേട്ടോ. ആൻഡ് അമ്യൂസ് ഹിയർ മീൻസ് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ വിനോദിപ്പിക്കുക. ബട്ട് വെൻ പെലഗേയ ഡൈഡ്, the orphan Vanka was sent down to the back kitchen to his grandfather. എന്നാൽ പെലഗേയ മരിച്ചുപോയപ്പോൾ വാങ്ക ആ വീടിൻ്റെ പുറകുവശത്തുള്ള അടുക്കളയിലേക്ക് തൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് മാറ്റപ്പെട്ടു. ആൻഡ് ഫ്രം ദർ ടു മോസ്കോ ടു അലിയാഖിൻ ദ ഷൂമേക്കർ. അവിടേന്ന് മോസ്കോയിലെ ചെരുപ്പ് മുതലാളിയായ അലിയാഖിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടു. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. എൻ്റെ അടുത്തേക്ക് വരൂ മുത്തച്ഛ. കണ്ടിന്യൂഡ് വാങ്ക. വാങ്ക എഴുത്തു തുടർന്നു. ഐ ബാഗ് യു ഫോർ ക്രൈസ്റ്റ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. ഈശ്വരനെ വിചാരിച്ച് ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകണേ എന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. പിറ്റി മീ അൺഹാപ്പി ഓഫൻ, ദേ ബീറ്റ് മീ ഓൾ ദ ടൈം. സന്തോഷമില്ലാത്ത അനാഥനായ എന്നോട് ഒരല്പം ദയ കാണിക്കൂ. അവരെപ്പോഴും എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ഓൾവേസ് ഹംഗ്രി. എനിക്കെപ്പോഴും വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കിട്ടാനില്ല. ആൻഡ് ഐ എം സോ മിസറബിൾ ഹിയർ. എനിക്കിവിടെ വളരെ ദുരിതമാണ്. ഐ കാൺട്ട് ടെൽ യു, ഐ ക്രൈ ഓൾ ദ ടൈം. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And one day the master hit me over the head with a last and I fell down. ഒരു ദിവസം യജമാനൻ എന്നെ ലാസ്റ്റ് കൊണ്ട് തലയ്ക്കടിച്ചു. ഞാൻ വീണുപോയി. ലാസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? ചെരുപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണം അല്ലേ? And thought I would never get up again. അങ്ങനെ വീണപ്പോൾ ഇനി ഒരിക്കലും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എന്നാണ് തോന്നിയത്. I have such a miserable life, worse than a dog's. ഒരു നായയുടെ ജീവിതത്തെക്കാൾ ദുരിതം നിറഞ്ഞ മോശം ജീവിതമാണ് എൻ്റേത്. And I send my love to Aliona, one-eyed Diego and the coachman. അവിടെയുള്ള ആലിയോണയ്ക്കും ഒറ്റക്കണ്ണ് മാത്രമുള്ള യേഗോറിനും പിന്നെ കോച്ച്മാൻ വണ്ടിക്കാരനും
എൻ്റെ സ്നേഹം അയക്കുന്നു. And don't give my concertina to anyone. എൻ്റെ കൺസർട്ടീന, അതായത് വാദ്യോപകരണം, ആർക്കും നൽകരുത്. സോ ദിസ് ഈസ് കൺസർട്ടീന, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. I remain your grandson, ഇവാൻ സുവോക്ക്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഇവാൻ സുവോക്ക് ആയി തന്നെ തുടരും, നിലകൊള്ളും. Dear Granddad, do come. പ്രിയപ്പെട്ട മുത്തച്ഛ, വരൂ. Vanka folded the sheet of paper in four and put it into an envelope which he had bought the day before for a kopeck. കത്തെഴുതി കഴിഞ്ഞപ്പോൾ വാങ്ക അവൻ എഴുതിയ പേപ്പർ 4 മടക്കി. എന്നിട്ട് അവൻ തലേ ദിവസം ഒരു കോപ്പക്കിന് മേടിച്ച കവറിലേക്ക് ഇട്ടു. കോപ്പക് എന്ന് പറഞ്ഞാൽ റഷ്യൻ നാണയത്തിൻ്റെ ഒരളവാണ്. Then he paused to think. പിന്നീട് അവൻ അല്പം ചിന്തിച്ചു നിന്നു. Dipped his pen into the ink pot. അവൻ്റെ പേന മഷിക്കുപ്പിയിൽ മുക്കി. And wrote to grandfather in the village. ഗ്രാമത്തിലെ മുത്തച്ഛന് എന്നെഴുതി. Scratched his head. തല ചൊറിഞ്ഞു. Thought again. വീണ്ടും എന്തോ ആലോചിച്ചു. Then added. എന്നിട്ട് കൂട്ടിച്ചേർത്തെഴുതി. To Konstantin Makarish. Pleased that no one had prevented him from writing, he put on his cap. തൻ്റെ എഴുത്ത് ആരും പ്രിവെൻറ്റ് ചെയ്തില്ലല്ലോ, തടസ്സപ്പെടുത്തിയിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ വാങ്ക അവൻ്റെ തൊപ്പി ധരിച്ചു. And ran out into the street without putting his coat on over his shirt. എന്നിട്ട് തൻ്റെ ഷർട്ടിന് മുകളിലായിട്ട് കോട്ടൊന്നും ധരിക്കാതെ തന്നെ അവൻ തെരുവിലേക്ക് ഓടിപ്പോയി. തണുപ്പൊന്നും കാര്യമാക്കാതെ ഓടിപ്പോയി. The men at the butcher's told him when he asked them the day before that letters are put into letter boxes. കഴിഞ്ഞ ദിവസം വാങ്ക മാംസക്കടയിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ കത്തുകളെല്ലാം അവിടുത്തെ ലെറ്റർ ബോക്സിലാണ്, എഴുത്തുപെട്ടിയിലാണ് ഇടേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. And from these boxes sent all over the world on mail coaches with 3 horses and drunken drivers and jingling bells. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സും കിലുങ്ങുന്ന മണികളുമുള്ള തപാൽ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഈ പെട്ടിയിൽ നിന്നുള്ള കത്തുകൾ എടുത്തിട്ട് ലോകമെമ്പാടും കൊണ്ടുപോയി കൊടുക്കും. മെയിൽ കോച്ച് മീൻസ് കോച്ച് സ്പെഷ്യലി യൂസ് ഫോർ മെയിൽ ട്രാൻസ്പോർട്ടേഷൻ, തപാലുരുപ്പടികൾ കൊണ്ടുപോകാനുള്ള വാഹനം. ആൻഡ് ജിംഗ്ലിംഗ് ബെൽസ് മീൻസ് കിലുങ്ങുന്ന മണികൾ. Vanka ran as far as the nearest letter box. അവസാനം വാങ്ക ഏറ്റവും അടുത്തുള്ള ലെറ്റർ ബോക്സ് വരെ ഓടി. And dropped his precious letter into the slate. എന്നിട്ട് തൻ്റെ വിലയേറിയ കത്ത് ലെറ്റർ ബോക്സിൻ്റെ വിടവിൽ കൂടെ ഉള്ളിലേക്കിട്ടു. സോ നിങ്ങൾക്ക് ഈ ഷോർട്ട് സ്റ്റോറി മനസ്സിലായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഡു നോട്ട് ഫോർഗെറ്റ് ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ് ബൈ ഷെയറിംഗ് ദിസ് വീഡിയോ. താങ്ക് യു.